കാർഷിക സമൃദ്ധിക്ക് കാരണമാകുന്ന മറ്റൊരു ഘടകം ശബത്ത് വർഷം പുനഃസ്ഥാപിക്കുന്നതാണ്. പുരാതന ഇസ്രായേലിലെ ജനങ്ങളോട് ദൈവം 6 വർഷത്തേക്ക് അവരുടെ വയലുകൾ ഉഴുതുമറിച്ച് വിളവെടുക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ 7-ാം വർഷത്തിൽ നിലം തരിശായി കിടക്കാൻ അനുവദിക്കണം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ശാസ്ത്രജ്ഞർ ഈ നിയമത്തിന്റെ മഹത്വം കണ്ടെത്തിയത്. മണ്ണിന് വിശ്രമം നൽകുന്നത് ആവശ്യ പോഷകങ്ങൾ നിറയ്ക്കുകയും മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താൻ അനുവദിക്കുകയും മണ്ണൊലിപ്പ് സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഇന്ന് കൃഷി വിദഗ്ധർ ദൈവം നൽകിയ കൃത്യമായ രീതിയെ പൂർണ്ണമായി പിന്തുടരുന്നില്ലെങ്കിലും അവർ വിളചക്രം മാറ്റി നടുന്നതും മണ്ണിന് പോഷകങ്ങൾ തിരിച്ചു നൽകുന്ന മറവിളകൾ നട്ടു വളർത്തുന്നതും ഒരു കൃഷിചക്രത്തിന് ഭൂമിയെ വിശ്രമിക്കാൻ വിടുന്നതും പോലുള്ള രീതികളുടെ മൂല്യം അംഗീകരിക്കുന്നു. കൃഷിയിൽ ആഭരണ വിളകൾ പ്രധാനമായും മണ്ണിനെ സംരക്ഷിക്കാനും മെച്ചപ്പെടുത്താനും വേണ്ടി വളർത്തുന്ന സസ്യങ്ങളാണ്. ഭക്ഷണത്തിനും ലാഭത്തിനും വേണ്ടിയോ വിളവെടുക്കാനല്ല. അവ മണ്ണൊലിപ്പ് തടയാനും നൈട്രജൻ പോലുള്ള പോഷകങ്ങൾ ചേർക്കാനും മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്താനും കളകളെയും കീടങ്ങളെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ദൈവം ഈ സംവിധാനത്തെ പുനഃസ്ഥാപിക്കുമ്പോൾ 7-ാം ആണ്ടിൽ ഭൂമി വിശ്രമിക്കുകയും പുതുക്കപ്പെടുകയും ചെയ്യും. അവിടുത്തെ സമൃദ്ധിയുള്ള അനുഗ്രഹങ്ങളാൽ 6-ാം ആണ്ടിൽ ഭക്ഷണം ശേഖരിക്കപ്പെടുകയും അത് 7-ാം ആണ്ടിൽ ഉപയോഗപ്പെടുകയും ചെയ്യും. കാലാവസ്ഥയിലെ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ പ്രയോഗവും ഒരുമിച്ചാൽ ഭൂമിയിൽ ധാന്യത്തിന്റെ സമൃദ്ധി ഉണ്ടാകും. ഏദൻ തോട്ടത്തിൽ ആദാമും ഹവയും ആസ്വദിച്ച അനുഗ്രഹങ്ങളിലൊന്ന് ആയാസരഹിതമായ കൃഷിയായിരുന്നു. കൃഷിക്കുണ്ടായിരുന്ന പ്രകൃതിദത്തമായ എല്ലാ തടസ്സങ്ങളും നീക്കാൻ അവർക്ക് അമിതമായ സമയവും ഊർജവും ചെലവഴിക്കേണ്ടി വന്നില്ല. എന്നാൽ അവരുടെ പാപത്തിനു ശേഷം ദൈവം ഈ അനുഗ്രഹം നീക്കി. അതിന്റെ ഫലമായി അവർ മുള്ളുകളും മുൾച്ചെടികൾക്കും എതിരെ അവർക്ക് പണിയെടുക്കേണ്ടി വന്നു. കൃഷിക്ക് അനുയോജ്യമാക്കാൻ കഠിനമായി പ്രയത്നിക്കേണ്ടി വന്നു. ഇന്ന് വരെ കൃഷി ഒരു കഠിനമായ ജോലിയാണ്. ആധുനിക കൃഷിയന്ത്രങ്ങൾ ചിലവ് മാത്രം എളുപ്പമാക്കിയെങ്കിലും വികസനം കുറഞ്ഞ പ്രദേശങ്ങളിൽ വെല്ലുവിളിയേറിയതായി തന്നെ തുടരുന്നു. എന്നാൽ 1000 വർഷ ദൈവരാജ്യത്തിൽ മുള്ളിനു പകരം സരള വൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്തു മുളയ്ക്കും. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളവുമായിരിക്കും. മുള്ളുകളും കൊടികളും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സസ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇവയ്ക്ക് പകരം 1000 വർഷ ഭൂമിയിലെ ദൈവരാജ്യത്തിൽ സ്വാഭാവികമായി ഉപകാരപ്രദമായ സസ്യങ്ങളെ ദൈവം ഉൽപ്പാദിപ്പിക്കും. അവ ഉൽപാദനത്തെ തടസ്സപ്പെടുത്താതെയും കഠിന പ്രയത്നങ്ങൾക്ക് പകരം മനുഷ്യർക്ക് അവരുടെ ജീവിതവും സമൂഹവും വളർത്തിക്കൊണ്ടു പോകുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ സമയം ലഭിക്കും.